പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്ഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വർക്ക് ബി. ഞാൻ ആഷിഖ് ജോയ്. ഇന്ന് നമ്മൾ റോമിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ നരകദർശനത്തിൻ്റെ തുടർച്ചയാണ് നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത്. അതിന് മുൻപ് അറിയിക്കട്ടെ, അങ്ങനെ ഈ വിശുദ്ധയുടെ നരകദർശനത്തെ പറ്റിയുള്ള പുസ്തകം റെഡിയായിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ലഭിക്കും. സോ അതിൻ്റെ കൂട്ടത്തിൽ കരബന്താൾ സന്ദേശങ്ങളുടെ പുസ്തകവും ആവശ്യമുള്ളവർ ഒരുമിച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് അയച്ചു തരാൻ സാധിക്കും. കരബന്താൾ സന്ദേശങ്ങൾ ഇനി ഒരു 100 കോപ്പീസേ ബാക്കിയുള്ളൂ. അപ്പം റോമിലെ വിശുദ്ധ ഫ്രാൻസിസ് കണ്ട നിത്യനരകം. ഇപ്പം ഞാനിത് മുഴുവനും പറയുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മളിത് വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി നിങ്ങൾക്ക് പുസ്തകം വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ മുഴുവനും പറയുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നു. എന്നാൽ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നിത്യനരകത്തിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് 1800-കളിൽ എഴുതപ്പെട്ടൊരു പുസ്തകമാണ്. അന്നത്തെ ബിഷപ്പിൻ്റെ അംഗീകാരമുള്ളൊരു പുസ്തകമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ പറയുന്ന ആ സമയത്ത് ടെലിഫോണില്ല, മൊബൈൽ ഫോണില്ല, ഈ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് പാപം ചെയ്ത ഇതൊന്നും നമുക്കിതിൽ കാണാൻ പറ്റത്തില്ല. സോ അന്ന് വിശുദ്ധയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ആ കാലഘട്ടം വരെ, ആദത്തിൻ്റെ കാലം മുതൽ ആ കാലഘട്ടം വരെ ജീവിച്ചിട്ടുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ ഇതിൻ്റെ അകത്ത് വീഞ്ഞ് വ്യാപാരം ചെയ്തവരെ നരകത്തിലെത്തിന്ന് കാണാം. അതായത് വീഞ്ഞ് വ്യാപാരത്തിൽ കൃത്രിമം കാണിച്ച ആളുകൾ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത്, ഇന്ന് ബിസിനസ്സിൽ കള്ളത്തരം കാണിക്കുക, ബിസിനസ്സോ ഏത് ജോലി മേഖല ആയിക്കൊള്ളട്ടെ, കള്ളത്തരം കാണിക്കുന്ന ആളുകൾക്ക് ഇത് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്വവർഗഭോഗികൾ, അവരുടെ നരകത്തിലെ പീഡനങ്ങൾ. പിന്നെ ഈ പുസ്തകത്തിൽ പിന്നീടുള്ളത് ബ്രഹ്മചര്യത്തോട് വിശ്വസ്തത പുലർത്താത്ത വൈദികർ, സന്യസ്തർ, പിന്നെ വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിച്ച മാതാപിതാക്കൾ. കാരണം ഇതൊക്കെ പണ്ട് കാലത്ത് ഒരുപാടുണ്ടായിരുന്ന വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിക്കുന്ന മാതാപിതാക്കൾ, അതുപോലെ നന്ദിയില്ലാത്ത മക്കൾ, അസൂയ, വെറുപ്പ് സൂക്ഷിച്ചവർ, കോപം, കൊലപാതകികൾ, അത്യാഗ്രഹം, പിന്നെ കൊള്ളപ്പലിശക്കാർ, ചൂതാട്ടക്കാർ, അഹങ്കാരികൾ, ദൈവനിന്ദകർ, വഞ്ചകർ, വ്യാജന്മാരായ വീഞ്ഞ വ്യാപാരികൾ, വഞ്ചരായ കശാപ്പുകാർ, അതായത് അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇറച്ചി വെട്ടുകാർ, കശാപ്പുകാർ, അതിൽ അവരെങ്ങനെ കൃത്രിമം നടത്തി മറ്റുള്ള ആളുകളെ വഞ്ചിച്ചു, അളവിൽ കൃത്രിമം നടത്തിയിട്ടൊക്കെ, മനസാക്ഷിയില്ലാത്ത ഡോക്ടർമാർ, അഴിമതിക്കാരായ ഫാർമസിസ്റ്റുകൾ, അതുപോലെ കൈക്കൂലിക്കാരായ ജഡ്ജിമാർ, കള്ളം പറയുന്നവരും കള്ളസാക്ഷികളും. കാരണം കള്ളം പറയാ, കള്ളസാക്ഷ്യം പറയാ, അതൊക്കെ വൻ മാരകപാപം. നമ്മളെ സംബന്ധിച്ച് നമ്മളെ ചിന്തിക്കുന്ന മാരകപാപം കൊലപാതകവും വ്യഭിചാരവും ഇതൊക്കെയുള്ളൂ നമ്മളെ സംബന്ധിച്ച് മാരകപാപം എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, അങ്ങനെയൊക്കെ നരകത്തിൽ എത്തുമോ? കാരണം ഒരു നുണ, ആ നുണ നമ്മൾ പറഞ്ഞത് കാരണം നാളെ ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അതൊരു മാരകപാപത്തിൻ്റെ ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞു. അപവാദം പ്രചരിപ്പിക്കുന്നവർ, ഇത് മാരകപാപങ്ങളിൽ ഏറ്റവും മുൻപിലുള്ള പല പാപങ്ങളൊന്നാണ്. മറ്റുള്ളവരെ പറ്റി ഇല്ലാക്കഥ പ്രചരിപ്പിച്ച് അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന ആളുകൾ, മോശം പ്രസംഗകർ, അതായത് വചന ശുശ്രൂഷകർ, വെള്ളം ചേർത്ത വചന ശുശ്രൂഷകർ, അയോഗ്യരായ കുമ്പസാരം ശരിയായ രീതിയിൽ നടത്താത്തവർ, അല്ലെങ്കിൽ കുമ്പസാരം ഒരു മറയായി ഉപയോഗിച്ച് പാപം ചെയ്ത ആളുകൾ, തങ്ങളോട് പാപസങ്കീർത്തനം നടത്തിയവരെ തിന്മയിലേക്ക് പ്രേരിപ്പിച്ച വൈദികർ, പിന്നെ മാർപ്പാപ്പമാർ നരകത്തിൽ കണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ മാന്ത്രികൻ എന്ന് പറയുമ്പോൾ ഈ ബ്ലാക്ക് മാജിക് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. പിന്നെ മതത്യാഗികളും പാഷണ്ഡികളും, കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ആളുകൾ, അതുപോലെ കത്തോലിക്ക സഭയിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ. ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്, അവരനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പീഡനങ്ങൾ. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 6-ാം കൽപ്പനയുടെ ലംഘനമായിട്ടുള്ള ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുന്ന 4 മാരക പാപങ്ങളിൽ ഒരു പാപം, അതായത് സ്വവർഗഭോഗം. അപ്പം ഇങ്ങനെയാണ് പറയുന്നത്: സോദോം ഗൊമോറ എന്നീ ശപിക്കപ്പെട്ട നഗരങ്ങളുടെ ശിക്ഷയ്ക്ക് കാരണമായ കുറ്റകൃത്യങ്ങൾക്ക് സ്വയം വശപ്പെട്ട നിർഭാഗ്യവാന്മാരായ പുരുഷന്മാരും സ്ത്രീകളും പാതാളത്തിൻ്റെ ഏറ്റവും ആഴമേറിയതും ഭയാനകവുമായ വാസസ്ഥലത്ത് വസിക്കുന്നു. അപ്പം നരകത്തിൻ്റെ ഏറ്റവും താഴെയാണ്
ഈ സ്വർഗഭോഗം ചെയ്തിട്ടുള്ള ആളുകൾ വസിക്കുന്നത്. അവിടെ അവർ ഭയങ്കരമായ പീഡനമാണ് അനുഭവിക്കുന്നത്. നീളമുള്ള കത്തുന്ന വടികളുമായി പിശാചുകൾ അവരെ കുത്തിക്കീറുകയും കമ്പിൽ കോർക്കുകയും ചെയ്യുന്നു. അവരുടെ വായിലൂടെ ആ അഗ്നി ഉപകരണങ്ങളുടെ അറ്റം പുറത്തു വരുന്നതുവരെ അവർ അവരുടെ ശരീരത്തിലൂടെ തുളച്ചു കയറ്റുന്നു. അവരുടെ ആരാചാരന്മാർ ചുവന്ന ഇരുമ്പ് പല്ലുകൾ കൈകളിൽ പിടിക്കുകയും തല മുതൽ കാൽ വരെ അവരെ കീറുകയും ചെയ്യുന്നു. ചിലപ്പോൾ അവരെ കൂടുതൽ കഷ്ടപ്പെടുത്താൻ അവരുടെ തൊണ്ടയിൽ നിന്ന് പുറത്തു വരുന്ന ആ കമ്പിയുടെ അറ്റത്ത് പിടിക്കുകയും അത് പൂർണ്ണമായും നീക്കം ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് അത് വീണ്ടും അവരുടെ കുടലിലൂടെ കടത്തിവിടാൻ തുടങ്ങുന്നു. ഈ ഭയാനകമായ പീഡനങ്ങൾക്ക് ഇരയാകുന്ന ആത്മാക്കൾ ഇവ ഒരിക്കലും നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു നിമിഷം പോലും കുറയുന്നതോ കാണുന്നില്ല. ഈ പറയുന്നത് കണ്ടിന്യൂസ്ലി നടക്കുകയാണ് നിത്യതയോളം. 1 വർഷമല്ല, 2 അല്ല, 3 അല്ല, 10 അല്ല, 100 അല്ല, 1000 അല്ല, 16 അല്ല, 1,00,000 കോടിയല്ല, നിത്യതയോളമാണ് ഈ പീഡനങ്ങൾ അനുഭവിക്കുന്നത്. ബ്രഹ്മചര്യ വ്രതത്തോട് വിശ്വസ്തത പുലർത്താത്ത സന്യസ്തർ, അടുത്ത വിഭാഗം. ദൈവത്തിന് നൽകിയ ബ്രഹ്മചര്യ വ്രതം പാലിക്കാത്ത സന്യസ്തരുടെ ആത്മാക്കൾ കഠിനമായ തീയിൽ കഴിയുകയും അനേകം പീഡകൾ അനുഭവിക്കുകയും ചെയ്യുന്നു. സോ അതിനു മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയി, ഈ സ്വർഗഭോഗം ചെയ്തിട്ടുള്ള ഇതേ ആൾക്കാരുടെ അടുത്തായിട്ട് വേറൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അവർ അഗമ്യഗമനം, രക്തബന്ധത്തിലുള്ളവരുമായിട്ടുള്ള ലൈംഗിക ബന്ധം നടത്തിയിട്ടുള്ള ആളുകൾ, രക്തബന്ധത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളെ ഈ സെയിം സ്വർഗഭോഗികളുടെ കൂട്ടത്തിലാണ് അവരെയും ഇട്ടിരിക്കുന്നത്. ബ്രഹ്മചര്യവ്രതം, ബ്രഹ്മചര്യം പാലിക്കാത്ത സന്യസ്തരുടെ ആത്മാക്കൾ കഠിനമായ തീയിൽ കഴിയുകയും അനേകം പീഡകൾ അനുഭവിക്കുകയും ചെയ്യുന്നു. അവരിൽ ഓരോരുത്തരെയും ഉരുകിയ പിച്ചും, മോൾട്ടൺ പിച്ച്, ഗന്ധകവും നിറഞ്ഞ ഒരു ടാങ്കിൽ മുക്കുന്നു. പിശാചുകൾ അവരെ കൊളുത്തുകൾ കൊണ്ട് പുറത്തെടുത്ത് മഞ്ഞ് നിറഞ്ഞ മറ്റൊരു ടാങ്കിലേക്ക് എറിയുന്നു. പിന്നീട് അവരുടെ ദൈവദൂഷണങ്ങളും ഭയാനകമായ നിലവിളികളും അവഗണിച്ച് അവരെ അവിടെ നിന്ന് പുറത്തെടുത്ത് ചുവന്ന ഇരുമ്പിൻ്റെ 2 തടങ്ങൾക്കിടയിൽ വെക്കുന്നു. അതിൽ തീയിൽ ചുട്ടുപഴുത്ത കൂർത്ത നഖങ്ങൾ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അവർ ആത്മാക്കളെ അതിലേക്ക് തറയ്ക്കുന്നു. തുടർന്ന് പിശാചുകൾ ചുറ്റും നിരന്നു നിന്ന് ഇരുമ്പ് മുള്ളുകൾ കൊണ്ട് അവരെ എല്ലാ വശങ്ങളിൽ നിന്നും കുത്തിമുറിവേൽപ്പിക്കുന്നു. ഒപ്പം ഇപ്രകാരം അധിക്ഷേപിക്കുകയും ചെയ്യുന്നു: ദുഷ്ടന്മാരെ, നിങ്ങൾ വിശുദ്ധ വസ്തുക്കളെ അവഹേളിച്ചതിനാലാണ് നിങ്ങൾ നിത്യകാലം നരകാഗ്നിയിൽ തള്ളപ്പെട്ടിരിക്കുന്നത്. സാക്രിലേജ് നടത്തിയതിന്, ഭൂമിയിൽ വെച്ച് മാരകമായ പാപാവസ്ഥയിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ നിങ്ങൾ ധിക്കാരം കാണിച്ചു. നിങ്ങൾ നിങ്ങളുടെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്തു. വചനം വ്യക്തമായി പറയുന്നുണ്ട്, അയോഗ്യതയോടുകൂടെ നമ്മൾ കർത്താവിൻ്റെ പാനപാത്രവും സമീപിക്കരുത്, ഭക്ഷിക്കരുത്, പാനം ചെയ്യരുത്. നിങ്ങൾ പലരും മരിച്ചതിന് കാരണം ഇതാണെന്ന് പൗലോസ് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്തു. അതിനാൽ ഞങ്ങൾ നിങ്ങളെ ഇടവേളകളോ വിശ്രമമോ ഇല്ലാതെ പീഡിപ്പിക്കും. ഇതാണ് സ്വർഗഭോഗം ചെയ്ത ആളുകളും അതുപോലെ ബ്രഹ്മചര്യം പാലിക്കാത്ത സന്യസ്തരുടെയും പീഡനങ്ങൾ നിത്യ നരകത്തിൽ. നമ്മൾ മനസ്സിലാക്കുക, ഒരൊറ്റ കുമ്പസാരത്തിൽ ഇതെല്ലാം ക്ഷമിക്കുന്ന കരുണാമയനാണ് ദൈവം നമ്മുടെ മുമ്പിലുള്ളത് എന്നുള്ളത്. സോ പരിശുദ്ധമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനിസ്തേക്കും Benedictatum mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christore.